മകളെ സൺഡേ സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കൻ കറി പിന്നാലെ പോന്നോ. ആവശ്യത്തിന് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, പിന്നെ നമ്മളെ പൊടികളെല്ലാം, ചെറിയൊരു ഉരുളക്കിഴങ്ങ്, കറിവേപ്പില, മല്ലിച്ചേപ്പ്, പിന്നെ നമ്മൾ നെയ്ച്ചോറിനുള്ള ചെറിയൊരു ഉള്ളി, ആവശ്യത്തിന് ചിക്കൻ, പിന്നെ നമ്മളെ ജീരകശാല റൈസ്. ചട്ടി വയ്ക്കുക, സ്റ്റൗ കത്തിക്കുക, അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായാൽ ഉള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടിയെടുത്തതിന് ശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അതിലേക്കിടണം. അതായതിനു ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി ഇടുക, പിന്നെ പൊടികൾ ഇടുക, നല്ലൊന്ന് വാട്ടിയെടുക്കുക. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിവിടെ 2 ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ചിക്കൻ ഫുള്ളായിട്ടാണ് തട്ടി കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് തട്ടി കൊടുക്കുക. അതേപോലെ തന്നെ കറിവേപ്പിലയും ഫുള്ളായിട്ടാണ് വെതറി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നേരത്തെ എടുത്ത് വെച്ച ഉള്ളി എടുക്കുക, അരിയുക, ചട്ടി വയ്ക്കുക, സ്റ്റൗ കത്തിക്കുക. ആവശ്യത്തിന് 2 ടീസ്പൂൺ നെയ്യ്, പട്ട, കറാമ്പു, ഏലക്കായ, ബേ ലീഫ്, അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വാടിയതിനു ശേഷം നമ്മൾ നേരത്തെ ഊറ്റി വെച്ച റൈസ് എടുക്കുക, അതിലേക്ക് തട്ടി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമായിട്ട് നമ്മൾ കെറ്റിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ പീസ് നാരങ്ങ സ്ക്യൂസ് ചെയ്ത് ഒഴിക്കുക. ആ ടൈം കൊണ്ട് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും കൂടി വെതറി കൊടുക്കുക. സംഭവം സെറ്റ്. 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ റൈസോടെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പ്ലേറ്റിലാക്കി കഴിച്ചു നോക്കാം. നല്ല അടിപൊളി ചൂട് റൈസ്, അതിലേക്ക് നമ്മളുള്ള ചിക്കൻ്റെ ഗ്രേവിയും ചിക്കൻ്റെ പീസും സലാഡും കൂടി കൂട്ടി കഴിച്ചിട്ടുണ്ടല്ലോ, അടിപൊളി സാധനമാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക.